നമ്മുടെ ഏജ് ഗ്രൂപ്പ് ഏതാ? 20 to 25. സിമ്പിൾ ആയിട്ട് അവരൊക്കെ പറഞ്ഞു ചോദിക്കുന്നു ഉത്തരം പറയുന്നു. 20 to 25 ഏജ് ഗ്രൂപ്പില് ആൾക്കാർ ജനറൽ ആയിട്ട് ഫേസ് ചെയ്യുന്ന അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ പറ്റി നമ്മൾ വെറുതെ സംസാരിക്കുന്നു. ഡിപ്രഷൻ മേ ബി. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന സംഭവങ്ങളെ പറ്റി സിമ്പിൾ ആയിട്ട് നമുക്ക് സംസാരിച്ചു പോകാം. അത്രയും ഞാൻ പറയാം. ഇവിടെ എന്തുകൊണ്ടാണ് കോളേജ് ടൈം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10ാം ക്ലാസ് വരെ പുറകോട്ട് ആലോചിക്കുമ്പം കുഴപ്പമില്ലായിരുന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികൾ അത് ഇത്, പിന്നെ ആ സമയത്ത് ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അപ്പൊ ക്രിക്കറ്റ് കളി പയ്യെ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും നിർത്തി. എന്നാലും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കുകയില്ല. സ്കൂളിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക, ശനി ഞായറൊക്കെ എന്തെങ്കിലും ക്ലാസ്സിന് പോവുക, ഒരു സ്ഥിരം നോർമൽ ലൈഫ് തന്നെ. പിന്നെ +1 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +1 ചെന്ന് കയറി അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ സയൻസ് എടുത്തത്. പെട്ടെന്ന് തന്നെ മനസ്സിലായി സയൻസ് +1 എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിന് കഴിഞ്ഞ് 2 പടി മേലെയാണ്. ക്ലാസ് ചെയ്തിട്ട് ഒന്നും മനസ്സിലാവണില്ല. ആ സമയത്താണ് കൂട്ടുകാരെല്ലാം കൂടെ കൂടി നാട് വിട്ട് പോണതിനെ പറ്റി ആലോചിച്ചത്. പഠിക്കാവുന്ന കാര്യങ്ങളാ, പഠിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല. അപ്പൊ ഇനി നാട് വിട്ട് പോകാന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ എല്ലാരും പഠിത്തം തരുന്ന നാട് വിട്ട് പോകാനെ കുറിച്ച് എല്ലാരും അല്ല, കുറച്ച് ആൾക്കാർ ഞങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ സെക്കൻഡ് ഇയർ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ പോയിട്ട് പുതിയൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ വന്നു. പുള്ളിയാളെ പിടിച്ചങ്ങോട്ട് സ്കൂൾ അങ്ങോട്ട് ജയിലാക്കി. ആ ജയില് ഫീല് മൊത്തത്തിലുണ്ടായിരുന്നു. സ്കൂളിൽ ചെന്നു, ആ പരിപാടിക്ക് പോകത്തില്ല, ഈ പരിപാടിക്ക് പോകത്തില്ല, ടൂറ് 3 ദിവസമോടെ 2 ദിവസമാക്കി വെട്ടി കുറയ്ക്കുന്നു, കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ വഴക്ക്, പാന്റ് ചെറുതായിരുന്നു ഷേപ്പ് ചെയ്ത് അതിനടി. ആ പാന്റ് ഷേപ്പ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് പോവും, 4 അടി കിട്ടിയാലും. നീ നല്ല അടിച്ച് ഇവനെയൊക്കെ പിടിക്കണം. എല്ലേലൊട്ടാൻ പാകത്തിലാണ് പാന്റ് അടിച്ചോട്ട് പൊക്കോണ്ടിരുന്നത്. മുടി നേവി ഒക്കെ വിട്ടിട്ട് ചെല്ലാവുള്ളൂ പറയും. നല്ല അടി അടിച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തോട്ടാ നടന്നോണ്ടിരുന്നത്. ചൊക്ലിയായിട്ടാ നോക്കിട്ടത്. അയ്യോ. അപ്പൊ +2 അങ്ങനെ പോയി. പിന്നെ +2 എന്ന് പറഞ്ഞാൽ മൊത്തം ഈ പഠിത്തം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ക്ലാസ്സിൽ വരുന്നു, ക്ലാസ് കൂടുന്നു, പഠിക്കുന്നു, എല്ലാരും പഠിച്ചതുകൊണ്ട് അതിന്റെ കൂടെ ഒരു ഫ്ലോയിൽ ഞാനും പഠിച്ചു പോയി. എന്നാലും അവിടെ വേറെ പ്രത്യേകിച്ച് എൻജോയ്മെന്റ് ഇല്ല. ആനിവേഴ്സറിക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സെക്കൻഡ് ഇയേഴ്സ് പിള്ളേരോട് അവർ പറയും, ടീച്ചേഴ്സ് പറയും, മക്കളെ ഇന്ന് ആനിവേഴ്സറിക്ക് വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരു പരിപാടി അവതരിപ്പിക്കണമെന്നില്ല. ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേർക്കാണ് പരിപാടി ഉള്ളൂ. അത് ഫസ്റ്റ് ഇയേഴ്സും എല്ലാവരും വരില്ല. അത് അന്ന് ലീവ് എടുത്താൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയർ ആനിവേഴ്സറിക്ക് പോയിട്ട് ഞാൻ 2 വർഷം ആനിവേഴ്സറിക്ക് പോയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും വേറെ എൻജോയ്മെന്റ് പരിപാടികളൊക്കെ വേണമെന്ന് എനിക്കൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ 2 വർഷം ഞാൻ ആനിവേഴ്സറിക്ക് പോയി. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സ് അവിടെ ഇല്ല. ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ എന്റെ ക്ലാസ്സിലുള്ള ആകെ 2-3 പേരെ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് വന്നുള്ളൂ. പിന്നെ ഒരു പരിപാടി ക്ലാസ്സിൽ നിന്ന് ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. ടീച്ചേഴ്സിന് ഒരു പരാതിയില്ല, പഠിച്ചാൽ മതി, ബാക്കി എല്ലാം പോട്ടെ. അപ്പൊ പഠിത്തം എന്നൊരു സംഭവം തന്നെയായിട്ടിരുന്ന ഒരു ജീവിതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിള്ളേരൊക്കെ +2 കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഒരുമാതിരി കുടുങ്ങിയെടുത്ത കണക്കായിരിക്കും. കോളേജിലായിരുന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു പരിപാടി വന്നിട്ട് നമ്മളെല്ലാരും കൂടെ കൂടിയിരുന്ന് വർത്താനം പറയുക, കുറച്ച് തുള്ളാനുള്ള അവസരം, കണ്ട ക്യാമ്പ്, അതും ഇതൊക്കെ ഉണ്ട്. കോളേജിൽ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ പരിപാടിയുടെ തലേന്ന് തൊട്ട് അവിടെ സ്റ്റേ ആണ്. തീർച്ചയായിട്ടും രാത്രി അവിടെ സ്റ്റേ ആണ്. ഡെക്കറേഷൻ അല്ലാത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ ഓർമ്മയില് ക്ലാസ്സുകൾ കുറവാണ്. അതെ, ക്ലാസ്സിൽ കയറിയത് വളരെ കുറവ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഓടി കിട്ടിയിട്ടുണ്ട് ക്ലാസ്സിൽ കയറാതെ. NSS പ്രോഗ്രാം, കോളേജിന്റെ അലൂമിനി മീറ്റപ്പ്, അത് ഇതൊന്നും. എത്ര ഫ്ലാഷ് മോബിന് തന്നെയാണ്. അയ്യോ, ഒരു ഫ്ലാഷ് മോബിന് പ്രിപ്പറേഷൻ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയിരിക്കും. എന്നത് രാവിലെ വന്ന് ബാഗ് ക്ലാസ്സിൽ കൊണ്ട് വെക്കുന്നു, തിരിച്ച് നേരെ ഓഡിറ്റോറിയത്തിൽ പോകുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, വൈകിട്ടാകുമ്പോൾ തിരിച്ച് ആ ക്ലാസ്സിൽ കയറി നിന്ന് ഗ്രില്ല് കൂട്ടുന്നതിന് മുന്നേ ബാഗ് എടുക്കുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. ആര് വീട്ടിൽ പോകുന്നു? പക്ഷെ സ്റ്റിൽ അവരെ പറയുന്നത് ആര് വീട്ടിൽ പോകുന്നു? സപ്ലൈ ഇല്ലാതെ പാസ്സായി. യെസ്, സപ്ലൈ ഇല്ലായിരുന്നോടാ? ഒറ്റ അതിന് ഞാൻ ജസ്റ്റ് പാസ്സാണ്, കറക്റ്റ് പാസ് മാർക്ക്. അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക്. അത് ഞങ്ങൾ 3 പേരും BA ലിറ്ററേച്ചർ ആണ്, ഇംഗ്ലീഷാണ് ഡിഗ്രി ചെയ്തത്. അപ്പം സെക്കൻഡ് സെമ്മില് അതാണ് ഏറ്റവും പാടുള്ള സബ്ജക്റ്റിൽ ആ 3 വർഷത്തില് ന്യൂവാൻസസ് അല്ല, ഒരു മറന്നുപോയി. പക്ഷെ ഇച്ചിരി വിഷയമായിരുന്നു അത്. പ്രോപ്പർ ആയിട്ട് ടീച്ചേഴ്സ് അങ്ങനെ ക്ലാസ് എടുത്ത് ആ ബുക്കിനെ ഒന്ന് പിഴിഞ്ഞ് പഠിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് പഠിക്കാനും ഇച്ചിരി തല വേണമായിരുന്നു. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ആ പേപ്പറൊക്കെ എഴുതി നല്ല മാർക്ക് മേടിച്ച ആൾക്കാരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ജസ്റ്റ് പാസ് മാർക്ക്
പക്ഷെ ജോയിൻ രണ്ടാമത് സപ്ലൈ എഴുതി എടുത്തപ്പോ അവന് നല്ല മാർക്ക് കിട്ടി. സപ്ലൈ എഴുതപ്പോ ഒരു 50 മേളിലേക്കൊക്കെ മാർക്ക് കിട്ടി ഭാഗ്യത്തിന്. 50 മറ്റേ ഇതും കൂടെ വരുമല്ലോ. പിന്നെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ജോയിൻ ചെയ്തപ്പോ ഞങ്ങള് മൂന്ന് ഡയറക്ഷനിലായിരുന്നു. ജോയിലില് വേറെ കുറച്ച് കൂട്ടുകാര്, മനു പിന്നെ ക്ലാസ് തുടങ്ങി എത്ര രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവൻ വന്നത്. അപ്പൊ ഇവന് വേറെ കൂട്ടുകാർ. പിന്നെ എനിക്ക് ക്ലാസ്സിൽ കൂട്ടുകാരെ ഇല്ലായിരുന്നു, എനിക്ക് പുറത്തായിരുന്നു. ക്ലാസ്സിൽ ഫ്രണ്ട്സേ ഇല്ലായിരുന്നു, എനിക്ക് കോളേജിൽ പുറത്തായിരുന്നു ഫ്രണ്ട്സ് ഫുള്ള്. അപ്പം പിന്നെ ക്ലാസ്സിൽ അങ്ങ് സോഷ്യലൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് NSS നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു സെലക്ഷൻ അങ്ങ് വന്നു. നാഷണൽ സർവീസ് സ്കീം വന്ന് 3 പേരും പോയി ജോയിൻ ചെയ്തു. 3 പേർക്ക് സെലക്ഷൻ കിട്ടി. ഒരു ക്യാമ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ ആദ്യം ഒരു സെലക്ഷൻ കിട്ടിയില്ല. എനിക്ക് കിട്ടി. നമ്മുടെ ഇടയിൽ ഏതോ ഒരാൾക്ക് മിസ്സായിരുന്നു. എനിക്കല്ല. എനിക്കല്ലേ? അതെ, ഇവനായിരിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡിഗിലിന് സെലക്ഷൻ കിട്ടി. അപ്പം ആ ക്ലാസ്സിൽ 3 പേരായല്ലോ. ഇനി ആരും എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡിഗിൽ എങ്ങാണ്ട് പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ഉച്ചയ്ക്ക് ഞാനും ഗോകുലും കൂടെ നേരെ പോയിട്ട് നോട്ടീസ് ബോർഡിൽ പോയി പേര് നോക്കാം ആർക്കൊക്കെ സെലക്ഷൻ കിട്ടി. അന്ന് നീ കട്ടപ്പനെ പോയേക്കോ, അന്ന് നീ വന്നിട്ടില്ല. അന്നൊരു തിങ്കളാഴ്ച ആയിരുന്നു, നീ അന്ന് ലീവായിരുന്നു. നീ നമ്മളെ ശനിയാഴ്ച ഇടിക്ക് പോകല്ലോ സാധാരണ, നീ തിങ്കളാഴ്ച വന്നിട്ടില്ല. ഞാനും ഗോകുലും കൂടെ നേരെ പോയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കി പൂജ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ആദ്യം ഗോകുലെ കണ്ടു, അത് കഴിഞ്ഞ് നോക്കി വന്നപ്പോ ജോയൽ കണ്ടു. ഞങ്ങൾ 2 അടിയൊക്കെ അടിച്ചിട്ട് നേരെ പൂജയുടെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് പൂജയില്ല. ഇത്രപ്പെടുത്ത അയ്യോ മനു ഇങ്ങനെ നോക്കി വന്നപ്പോ നീയില്ല. 3 വട്ടം നോക്കി, നീ എവിടെയാണെന്നറിയാം, നിന്റെ പേരില്ല. ഇടയ്ക്ക് ഒരു പരിപാടി അവർ നടത്തിയായിരുന്നു, മറ്റേ പ്രളയം ഉണ്ടായ ടൈമാണ്. കുറെ സാധനമൊക്കെ ശേഖരിച്ച് അവിടെ വെച്ചിട്ട് കൊണ്ട് ആ പരിപാടിക്ക് വന്നായിരുന്നു. ഇല്ല, ആ പരിപാടിക്ക് ഞാനും ജോയലും പോയി, വേറെ 2-3 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് വന്ന എല്ലാവർക്കും സെലക്ഷൻ കൊടുത്തു. ഇവൻ വന്നിട്ടുമില്ല. അളിയനെ ലൈവായിട്ട് വിളിച്ചു, എടാ ഞങ്ങക്ക് സെലക്ഷൻ കിട്ടിയില്ല അളിയൻ. എന്നെ പരിപാടിയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന സീനിയേഴ്സ് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട് നിഖിൽ എന്ന് പറഞ്ഞിട്ട്. അവൻ ചേരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഒരാൾക്കൂടെ ഗ്യാപ്പ് വന്നു. അപ്പൊ അവിടെ ഇവൻ വന്നു. പിന്നെ പറഞ്ഞ അവന്റെ പൊട്ടൻഷ്യല് അറിയായിരുന്നു ഈ പറഞ്ഞത്. പക്ഷെ ആ ഒരു നേരത്തെ വന്ന് ക്ലോളം തികഞ്ഞു പോകാനുണ്ടായ പ്രശ്നമായിരുന്നു. പക്ഷെ NSS കാരണമാണ് ഒരുപാട് മെമ്മറീസ് ഉണ്ടായത്. അയ്യോ, ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഓഫീസർ ജിതിൻ സാറുണ്ട്. ജിതിൻ സാറാണ് പൈസ എടുത്ത് വീശുന്ന ആള്. അപ്പൊ ജിതിൻ സാറിന്റെ ഗൂഗിൾ പേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിലേക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തേക്കണമില്ല, പൈസ അയച്ചേക്കണം. സാർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ ഇപ്പം അന്നത്തെ റെയിൻ ഫിലിം ഫെസ്റ്റ് എന്ന് പറയുന്ന കുമരകത്തൊരു ഫിലിം ഫെസ്റ്റിന് ഞങ്ങൾ പോയിട്ടുണ്ട്. 3 ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു. ഫിലിം ഫെസ്റ്റ് ഒഴിച്ച് അങ്ങനെ പിന്നെ അതേപോലെ ഓരോരോ പർപ്പസിന് കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല. കാർ എടുക്കുന്നു, ഡീസൽ അടിക്കുന്നു, 5 പേരെ കയറ്റുന്നു, പോകുന്നു. ആൾട്ടോ 800 ഉണ്ട്. അതുമായിട്ട് ചുമ്മാ പെട്രോള് കോളേജിന്റെ വക പോവാനൊരു കാരണമുണ്ട്. അത് രാവിലെ പോയി പാതിരാത്രി തിരിച്ചു വന്നാൽ മതി. ട്രിപ്പുമായ ഞങ്ങളെല്ലാരും കാണും എല്ലാ പരിപാടിക്കും. സുഖ വഴി. അതാ സാറും കൂടെ നമ്മളോട് അങ്ങനെ സാറിനും അറിയാം ഈ പറഞ്ഞ നമ്മളങ്ങനെ. പക്ഷെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാലും പോണ കാര്യം നടത്തി സെറ്റായിട്ട് തിരിച്ചു വരാറുണ്ട്. അതുകൊണ്ടാണ് സാറിനൊരു വിശ്വാസം. അതുകൊണ്ടാണ് പൈസ ഇങ്ങനെ വാട്സ്ആപ്പ് ചാറ്റ് പോലെ വന്നോണ്ടിരുന്നത്. പക്ഷെ നമ്മള് വേണ്ട വിധം, നമ്മുടെ ഒരു ഗുണം, നമ്മള് വേണ്ട വിധം കോളേജ് ലൈഫ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കൊറോണ കൊണ്ടുപോയി കുറച്ച്, പക്ഷെ 1.5 വർഷം മേലെ കൊണ്ടുപോയി. തീർച്ചയായിട്ടും ആ 1.5 വർഷം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ. ആ ടൈമില് കൊറോണ കഴിഞ്ഞ് ലോക്ക്ഡൌണിന് ശേഷം ക്ലാസ്സസ് തുടങ്ങുന്ന സമയത്ത് ടൂറ് ചോദിച്ച് മേടിച്ചൊരു ബാച്ചാണ് ഞങ്ങളുടെ. സത്യം, അത് ഭയങ്കര ഒരു കഥയാണ്. 3 ദിവസത്തെ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ സ്കാം ചെയ്യോ. ഒരു ദിവസം വൈകിട്ട് പോയി പിറ്റേ ദിവസം 3 ദിവസം സ്പെൻഡ് ചെയ്ത് പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്നൊക്കെ പറഞ്ഞൊരു 5 ദിവസം കൊണ്ടൊക്കെ ടൂറ് ഒരു തരത്തിലും നടത്താനുള്ള സാഹചര്യം ഇല്ല. ടീച്ചേഴ്സ് വരുന്നില്ല എന്ന് പറയുന്നു, കോളേജിൽ നിന്ന് നടത്തണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാദറുണ്ട്, ഫാദറിന്റെ പേര് പറയണു, ഞങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ ആയിരുന്ന ഫാദർ ബെൻസൺ ആന്റണി. ഇപ്പൊ നിലവില് നമ്മുടെ കോളേജിന്റെ ബർസാറാണ്. അപ്പം അങ്ങനെ അച്ഛനെ പോയി കണ്ടാലാണ് പരിപാടി നടക്കുള്ളൂ. അങ്ങനെ അച്ഛനെ പോയി കണ്ട് ടൂർ കിട്ടത്തില്ലാന്ന് പറഞ്ഞു. വീണ്ടും അച്ഛനെ പോയി കാണുന്നു, ടൂർ കിട്ടത്തില്ലാന്ന് പറയുന്നു. അച്ഛന്റെ റൂമിൽ പോയി കാണുന്നു, അച്ഛന് സൗകര്യമില്ലാതാണ്. അച്ഛനെ രാത്രി വിളിക്കണു, വൈകിട്ട് വിളിക്കണു. അച്ഛന്
ഉണ്ണാനും ഇരിക്കാനും സമയമില്ലാതായി. ടൂർ കിട്ടാൻ വേണ്ടി പറയാതിരിക്കുന്നത്, ടൂർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആരെക്കാളും നന്നായിട്ട് പ്രയത്നിച്ചത് ഇവരാണ്. ക്ലാസ് പഠിച്ചു വേറൊരു കൂട്ടായിരുന്നു. ഞാൻ ജോലി 2 തവണ ചോദിച്ചിട്ട് സമ്മതിക്കാതെ ബാക്കി മനു നോക്കിക്കോളൂ പറഞ്ഞു. അങ്ങനെ അച്ഛൻ ക്ലാസ്സിൽ വരും, പഠിപ്പിക്കാൻ പുസ്തകം കൊടുക്കും, അച്ഛൻ ടൂറ്. ഇത് തന്നെ അച്ഛൻ അങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞ സാധനം. ലാസ്റ്റ് ദിവസം ബെൻസനച്ഛൻ വന്നിട്ട് സ്റ്റാഫ് റൂമില് ടൂർ വിടണം, ടൂർ വിട്ടില്ല ശരിയില്ല, എനിക്ക് ജീവിതമില്ല, മനസ്സിലാത്ത അവസ്ഥയായി. അതെ, ചെറിയ സർക്കുലർ എന്താ നിബന്ധനകളോടെ പോവാം എന്ന് സർക്കുലർ വന്നെങ്കിൽ പോലും ഞങ്ങൾ 3 ദിവസത്തെ ടൂർ പോയി. അതും നല്ല അടിപൊളിയായിട്ട് പോയി. പാട്ട്, കൂത്ത്, പരിപാടി, അന്ന് ബാൻ കിട്ടിയ എല്ലാ സാധനം ഉണ്ടായിരുന്നു. അതെ, അന്ന് ടൂർ പോയവരൊക്കെ ഒരു കമന്റില് ഹാർട്ട് ഇട്ടിട്ട് പോട്ടെ. അതെ, നമ്മളായിട്ട് കണ്ടക്ട് ചെയ്ത, നിന്റെ ഐഡിയ നമ്മളായിട്ട് കണ്ടക്ട് ചെയ്ത മറ്റേ ക്യാൻഡിൽ ലൈറ്റ് പരിപാടിയൊക്കെ. അതല്ല ഏറ്റവും വലിയ സംഭവം പറയട്ടെ, ഞങ്ങള് ടൂർ പോകാൻ നേരത്ത് അവർക്കിട്ട് പടക്കാനായിട്ട് വെച്ചൊരു സാധനമായിരുന്നു നമ്മുടെ മറ്റേ വീഡിയോ എടുത്തതില്ലേ, കോളേജിന്റെ മൊത്തത്തിൽ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നു? കോളേജിന്റെ മൊത്തത്തിൽ ഒരു വീഡിയോ എടുത്ത് മറ്റേ കോളേജിന്റെ മൊത്തത്തിലുള്ള വീഡിയോ മാത്രമല്ല, പഴയ ഫോട്ടോസ്, അതായത് ക്ലാസ് തുടങ്ങിയപ്പോഴുള്ള ഫോട്ടോസ് തൊട്ട് കോളേജിന്റെ നമ്മള് യൂഷ്വലി പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ. അങ്ങനെ ഹൃദയത്തിന്റെ ബീജിയം. അതായത് വീഡിയോ നമ്മള് 3 പേരും ഇവിടെ ഇരുന്ന് കണ്ടിട്ടാണ് ആ സാധനം പോയത്. എന്നിട്ട് വരെ ഞാൻ ഇരുന്ന് കരഞ്ഞു. എല്ലാരും കരഞ്ഞൊരു ടൂർ. അതായത് ടൂറിന്റെ ലാസ്റ്റ് ദിവസം ഒരു സ്ഥലത്ത് നിന്ന് വണ്ടി തിരിച്ചു കയറാൻ നേരത്ത് ഞങ്ങൾ ആ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ പെൻഡ്രൈവ് ഇട്ടിട്ട് അവിടുത്തെ വണ്ടിയിലുള്ള അണ്ണന്മാരെടുത്ത് പ്ലേ ചെയ്യാൻ പറഞ്ഞു. ആദ്യത്തെ ഒരു 1 മിനിറ്റ് ആയിരുന്നു മൂകത. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇടക്കിടക്ക് കേൾക്കാം. അതിലെ മെയിൻ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എക്സാമും കഴിഞ്ഞ് ക്ലാസ്സസ് ഫുൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ടൂർ പോകുന്നത്. അതായത് ടൂർ കഴിഞ്ഞിട്ട് കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അതോടെ പിന്നെ നമ്മള് സ്റ്റുഡന്റ് അല്ല, ഹ്യൂമാന്റെ സ്റ്റുഡന്റ് അല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ടൂർ പോയത്. എന്നാ ആ ടൂർ പോയപ്പോ അന്ന് വരെ വേണ്ടാത്ത ആൾക്കാരായിട്ട് കമ്പനിയായി. ഭയങ്കര ബോൾഡായി ആൾക്കാര്. ടൂറിലുള്ള ഒരു സംഭവമാണ്. പക്ഷെ സംഭവം നേരെ ടൂർ കഴിഞ്ഞ് വന്നു, എല്ലാരും പുറത്തിറങ്ങി, പല വഴിക്കായി. അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് ഡബിൾ ഫീൽ ആയിരുന്നു ടൂറിന്. അന്ന് പിന്നെ നമ്മുടെ കൂടെ ടൂറിന് വന്ന മറ്റേ വണ്ടിയുടെ ചേട്ടന്മാര്, എന്താണ് നിബിൻ, പുലിച്ചേട്ടൻ ഇന്നലെ കൂടെ കണ്ടേ ഉള്ളൂ എന്റെ പൊന്നെ. പക്ഷെ ഞാൻ ഓർക്കുന്നില്ല എന്റെ പൊന്നെ. എന്തായാലും അടിപൊളിയായിരുന്നു. കുറേയേറെ മെമ്മറീസ് ഉണ്ടായിരുന്നു കോളേജിൽ നിന്ന്. പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, പല സ്വഭാവങ്ങൾ മാറി, കുറെ ഇമ്മെച്യൂരിറ്റീസ് മാറി. പിള്ളേരായിട്ട് സിങ്ക് ആവണമെന്നുണ്ടല്ലോ, യാത്ര പോകണം. ഫസ്റ്റ് ഇയർ ഒരു ടൂർ വേണം തീർച്ചയായിട്ടും. അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴും ഒരു 1 ഡേ കോളേജുകൾ അറിഞ്ഞു കൊടുക്കേണ്ട പരിപാടിയാണ്. കാരണം സൗഹൃദം കൂടി കഴിയുമ്പോൾ ഓർത്ത് വെക്കാനുള്ള കുറെ ഓർമ്മകൾ അതിൽ നിന്ന് കിട്ടും. എല്ലാരും ഒന്ന് ജെല്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് ശനിയാഴ്ച പോലും വീട്ടിൽ ഇരിക്കാറില്ല. ശനിയാഴ്ച കോളേജില്ല, എന്നിട്ട് രാവിലെ വിളിയാ, എവിടാ കോളേജ് വാ. എന്നിട്ട് കോളേജ് വന്നിരുന്നിട്ട് ഇല്ലാത്ത പരിപാടിയെ പിടിച്ച് വർത്താനം പറഞ്ഞാൽ നമ്മളല്ല, കൂട്ടുകാരിമാരും ഉണ്ട്, എല്ലാവരും കൂടി കോളേജ് വരും. ഒരു ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. 2022 കോളേജ് ചേർന്നതാ. ഇത് 2025 ജൂൺ മാസം 12-ാം തീയതി രാത്രി 9:30 ഇപ്പോഴും പിരിയാൻ പറ്റിയിട്ടില്ല. സത്യം. അതായത് കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വീട്ടിൽ പോകണമെന്നേ ഇല്ല. എനിക്ക് തീരെ പോകണമെന്നില്ല. ഞാൻ ഒരു പണി എന്തൊക്കെ കാരണം ഞാൻ എന്റെ വീട്ടിൽ പോകും. 3:30-3:45 ക്ലാസ് കഴിയും. എല്ലാ 5 മണി 6 മണി ആവാതെ ഞങ്ങൾ 3 പേരും വീട്ടിൽ കയറാറില്ല. തീർച്ചയായും. കാനഡയ്ക്ക് പോയെന്നൊരുത്തെ പോയില്ല. പുറത്തു പോകാൻ സ്കോളർഷിപ്പ് ഇട്ട് ഒരുത്തെ പോയില്ല. പ്ലേസ്മെന്റ് കിട്ടി, പണിക്ക് പോയില്ല. പഞ്ചാബിലെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ അതിൽ നിന്നൊക്കെ നല്ലത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ആർക്കും വിട്ടുപോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് തൊടുപുഴ. യെസ്, എനിക്ക് അഹങ്കാരത്തോടെ പറയാം, പലർക്കും കിട്ടാത്തൊരു ലൈഫ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു പങ്ക് തൊടുപുഴയ്ക്കുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് വേറൊന്നുമല്ല, നമ്മുടെ തന്നെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കോളേജ് ലൈഫ് വലിയ കാര്യമായിട്ട് എൻജോയ് ചെയ്യാതെ വരുന്നു, കൂട്ടുകാരോടൊക്കെ ഇരിക്കുന്നു, പോകുന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരു പീക്ക് ലൈഫ് ഉണ്ടാവും. ചിലവർക്ക് +1 +2 ആയിരിക്കും ഭയങ്കര, ചിലവർക്ക് 10ാം ക്ലാസ് വരെ. എനിക്ക് കോളേജ് ലൈഫാണ് മെയിനായിട്ട് കിട്ടിയത്. എനിക്ക് 1 തൊട്ട് 10 വരെ, പിന്നെ നമ്മുടെ കോളേജ്. ഇവന്റെ പിന്നെ ഏകദേശം ചെറുതിലെ തൊട്ട് ഇവന് കുറെ കൂട്ടുകാരന്മാരുണ്ട്. ഇപ്പൊ കോളേജ് വന്നപ്പോ നമ്മളെ കിട്ടി. ഇതിനു മുന്നേ അവന്മാര് വേറെ കൂട്ടുകാരുണ്ടായിരുന്നു ഇടുക്കിയിൽ. ഇവന് അത് തന്നെ, അവരും ഉണ്ട് ഇപ്പോഴും, ഇവരും ഉണ്ട് ഇപ്പോഴും.